എല്ലാവരും സുഖമല്ലേ? ഞാനിന്നൊരു കയ്പ്പക്ക കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. കയ്പ്പക്ക എന്ന് പറയുമ്പോൾ ജനറലി എല്ലാവർക്കും ഒരു മടിയാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. വറുത്തരച്ചൊരു കറിയാണ്, കുറച്ച് സ്വീറ്റ്നെസ്സും ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ 2 കയ്പ്പക്ക ഈ ലെങ്ത്തും തിക്നെസ്സിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം പുളി, 3-4 വറമുളക്, കുറച്ച് തേങ്ങ, 2-3 ടേബിൾ സ്പൂൺ ഹോൾ മല്ലി, അത് 1/2 കഷ്ണം സവോള, 1 കഷ്ണം ഇഞ്ചി, പിന്നെ 1 കഷ്ണം വെല്ലം. ഇത്ര വലിയ പീസ് വേണ്ട, അത് പൊട്ടിച്ചെടുക്കാം. പിന്നെ 2 പച്ചമുളക്, അത് ഈ കയ്പ്പയ്ക്കേൻ്റെ കൂടെ ഇട്ട് വേവിക്കാനുള്ളതാണ്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഒരു 3/4 ഭാഗത്തോളം വെന്താൽ മതി ആദ്യം. അത് അവിടുന്ന് വേവുന്ന സമയത്ത് നമുക്ക് ചീനച്ചട്ടിയിൽ അരിഞ്ഞിട്ട സവോളയും ഇഞ്ചിയും വഴറ്റിയെടുക്കാം. നിങ്ങൾ ചിരണ്ടിയ തേങ്ങ യൂസ് ചെയ്യുന്നെങ്കിൽ അത് ആദ്യം തന്നെ വഴറ്റിക്കോ. ഡെസിക്കേറ്റഡ് ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇടുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ ഇത് വറക്കുന്നത് നല്ല ഡീപ്പ് ബ്രൗൺ ആയിട്ടും വറുത്തെടുക്കാം, ലൈറ്റ് ബ്രൗൺ ആയിട്ടും ചെയ്യാം. ഞാൻ ഇന്ന് ലൈറ്റ് ബ്രൗണാണ് ചെയ്യുന്നത്. 2 വിധത്തിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഡീപ്പ് ബ്രൗൺ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും. ഇതിലിപ്പം മല്ലി ഇട്ടു, കായ്മുളകും ഇട്ടു. ഇനി കായ്മുളകിനും മല്ലിക്കെല്ലാം ഒരു നല്ല ഫ്രേഗ്രൻസ് വരും വറക്കുമ്പം. അന്നേരം ഞാൻ തേങ്ങ ഇടാൻ പോകുന്നത്. ഓർക്കുക, നിങ്ങൾ തേങ്ങ ആദ്യം തന്നെ വേണമെങ്കിൽ ഇട്ടോ, മോയിസ്റ്റായ തേങ്ങയാണെങ്കിൽ. ഇതിപ്പോൾ തേങ്ങ ഇട്ടു. ഇനി അതൊന്ന് നല്ലോണം വറുത്തെടുക്കുക. ഈ വറുത്തെടുക്കുമ്പം ആദ്യമല്ലേ നമുക്ക് തോന്നും ഇത് കുറേ ടൈം എടുക്കും വറുത്ത് വരാമെന്ന്. പിന്നെ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും, അതുകൊണ്ട് നോക്കിയിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഡ്രൈഡ് കറി ലീവ്സ് ഇട്ടത്. ഫ്രഷ് വണ്ണാണ് എപ്പോഴും നല്ലത്. അതും ഒന്ന് വറുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കയ്പ്പക്ക ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വറുത്ത് വെച്ച തേങ്ങയാണ്. ഇത് കണ്ടില്ല, എൻ്റെ കളർ ഇത്രയാണ് ആക്കിയത് ഞാൻ. ഇനി ഇത് തണിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അത് അരക്കുന്ന സമയത്ത് നമുക്ക് പുളിവെള്ളവും വെല്ലവും ഈ കയ്പ്പയ്ക്കേൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക. വെല്ലം ആദ്യം ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഇടുക. എന്നിട്ട് പിന്നെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പോരാൻ തോന്നുമ്പോൾ പിന്നെയും ഇടാം. ചില കയ്പ്പക്ക വല്ലാത്ത കയ്പ്പായിരിക്കും, അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. ഇതിപ്പോൾ അരച്ചത് എടുത്തിട്ട് കയ്പ്പയ്ക്കേൻ്റെ അകത്തേക്ക് ഒഴിച്ചു. ഇനി അതൊന്ന് തിളക്കാൻ വിടുക. ഇത് അവിടെ നിന്ന് തിളക്കുമ്പം കണ്ടില്ലേ, കയ്പ്പക്ക ഈ ഒരു ഭാഗത്തിലുണ്ടാവുക. വല്ലാണ്ട് സോഫ്റ്റായി ഉടഞ്ഞു പോയിട്ടുമില്ല, പച്ചയല്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് വറുത്തിടുക. അത് കടുക്, വറമുളക്, കരിവേപ്പില, ഇതെല്ലാം കൂടെ വറുത്തങ്ങോട്ടിടുക. ഇത് സാമ്പാറും മീൻകറിയൊക്കെ പോലെ വെച്ചിട്ടൊരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റ് വരുക. പിറ്റേന്നൊക്കെ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് കേട്ടോ.